ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പയ്ക്ക ഉപ്പേരിയാണ്, അല്ലെങ്കിൽ പാവയ്ക്ക തോരൻ. അപ്പോൾ ഇത് കയ്പ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കയ്പ്പില്ലാതെ എന്ന് പറയുമ്പോൾ കയ്പ്പ് കുറയണ രീതിയിൽ ഈ ഒരു സാധനം ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കയ്പ്പ് കുറഞ്ഞിട്ട് നമ്മൾക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ ചതച്ചതാണ്, തേങ്ങ മാത്രമായിട്ട് ചതച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് 2 ടീസ്പൂൺ. പിന്നെ കയ്പ്പില്ലാതിരിക്കാൻ ചേർക്കുന്നത് ഇതാണ് ആംചൂർ പൗഡർ എന്ന് പറയുന്നത്. ഉണക്കമാങ്ങ പൊടിച്ചതുണ്ടല്ലോ, ഈ പൊടിയാണ്. ഇനി അഥവാ ഇതില്ലെങ്കിൽ നമ്മൾക്ക് പുളിയുടെ പേസ്റ്റും ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർത്തിട്ട് നമ്മൾക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് ചേർക്കുമ്പം ശരിക്കും നമ്മുടെ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് കുറച്ച് കുറയുകയാണ് ചെയ്യുന്നത്, ആ പുളിയുടെ ടേസ്റ്റ് കാരണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ കുറച്ച് കടുക് ഇടുക, പിന്നെ നമ്മുടെ കയ്പ്പയ്ക്ക തിരുമ്മി വെച്ചതുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഇനി നമ്മൾക്കിത് നന്നായിട്ട് ഇളക്കിയെടുത്ത് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പം തുറന്നിങ്ങനെ ഇളക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം, ഇല്ലയെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ. ഞാനിവിടെ അടച്ച് വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്, അപ്പോഴാണ് കുറച്ചുകൂടെ ഒരു നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കയ്പ്പയ്ക്കൊക്കെ നന്നായിട്ട് വേവുന്നവരെയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു മണം വരുന്നത്. പിന്നെ അത്ര കയ്പും ഉണ്ടാവില്ല. നമ്മുടെ സാധാരണ ഇത് നല്ല പച്ച കയ്പ്പയ്ക്കായിരുന്നു, നല്ല കയ്പുണ്ടാവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും കയ്പ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ.